ഈ പ്രൊഡ്യൂസർമാര് പൊതുവെ ഇതിനകത്തൊരു ഒരു 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 ഡിസ്ക്രിമിനേഷൻ ഇല്ല അവർക്കല്ലേ? ഇല്ല, ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്. ഞാൻ 15 ദിവസം അല്ല, ഞാൻ ഒരു കയ്യിലോട്ടൊരു പ്രൊഡ്യൂസറെ കിട്ടിയാലേ അയാളെ എങ്ങനെ ചുരുട്ടും നമ്മള്? അല്ല, ഓൾറെഡി ചുരുണ്ട് വേറെ ആരെങ്കിലും ചുരുട്ടി വെച്ച ആൾക്കാരായിരിക്കും വരിക. തള്ളിവരാനോ എവിടെന്നെങ്കിലും? സ്വാഭാവികമായിട്ടും അവര് കഥയൊക്കെ കേട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളെ അടുത്തേക്ക് എത്തുന്നത്. ചിലര് സിനിമ ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ആൾക്കാരാണ്. ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന നമുക്ക് അങ്ങനെ ചുരുട്ടി പിടിക്കേണ്ട അവസ്ഥ. ഞാൻ ഒരു എക്കണോമിക്സ് അനുസരിച്ച് ഒരു പ്രൊഡ്യൂസർ അത്യാവശ്യം കയ്യിൽ കാശുണ്ട് എന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്റെ വേഷം വെച്ചാൽ അനലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് പൈസ ഉള്ള മുണ്ടെടുത്തോണ്ടേ വരും, ഇട്ടോണ്ട് വരത്തില്ല. സ്വാഭാവികമായിട്ടും മുണ്ടാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, എന്തും കൊടുക്കും, ഒന്നും കൊടുക്കും. ഒരു പടം ചെയ്യാൻ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവര് കൃത്യമായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ചെയ്ത് ആ പ്രൊജക്ടിന് വേണ്ടി അവര് കാശ് ചെലവാക്കുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവര് അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിച്ചിട്ട് വരുന്ന അങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ കുറവാ. മാനേജറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മള് തന്നെ മാനേജർ ഉള്ളത് തുറന്നെങ്കിൽ ചോദിക്കാമല്ലോ. ഇനി വേറൊരുത്തം വഴി മിസ്സിംഗ് ലിങ്ക് ഉണ്ടാക്കാതെ. കാരണം നമ്മുടെ ഈ പ്രതിഫലത്തൊക്കെ കേട്ട് വാണം വിട്ട് ഓടിപ്പോയ പ്രൊഡ്യൂസർമാരുണ്ടോ മലയാള സിനിമയില്? വാണം വിട്ട് ആരും ഓടി പതുക്കെ നടക്കത്തേ ഉള്ളൂ അല്ലേ? ഞാനിപ്പോ ഒരു സിനിമ ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ലോക്യമായിട്ട് വിടണമല്ലോ. വിടാനുള്ള തന്ത്രമായിട്ട് പ്രതിഫലം ഉപയോഗിക്കൂ. വലിയൊരു പ്രതിഫലം അങ്ങ് ചോദിക്കുക. അത് ചില ചാനൽ പരിപാടിക്കൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. അത് ഇവിടെയും പ്രയോഗിച്ചു എനിക്ക് ചിരി കണ്ടപ്പോ ഇല്ലല്ലേ? ഉറപ്പാണേ. അപ്പൊ ഇത് ചോദിച്ച ചില ചാനലുകാർ പറയും എന്നാ ആട്ടെന്ന് പറയും. അങ്ങനെ അബദ്ധം പറ്റിയെന്ന് വരും. ഞാൻ ആൾക്കാർ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഈയിടെയായിട്ടൊരു സംശയം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാലേ എവിടെങ്കിലും ഒരു വേഷത്തിൽ തിരികെ കയറ്റിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ വയറാളിയും ബൾബായിട്ട് വരുമല്ലോ ഇന്റർവ്യൂ എടുക്കാനായിട്ട്. ആ ഇന്റർവ്യൂ കയറ്റിയിരുത്തുക, ധ്യാനെ കൊണ്ട് കുറച്ച് കോമഡി പറയിക്കുക, സിനിമ ഓടിക്കുക. കൃത്യമായി കാശ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതെനിക്കറിയത്തില്ല, എനിക്ക് അത്രയും ബുദ്ധി പോയില്ല. ഞാൻ വിചാരിച്ചു ധ്യാൻ ഇത് സൗഹൃദം കൊണ്ട് പോകുന്നതായിരിക്കും. സൗഹൃദം കൊണ്ട് വേറെ ഒഴിക്കല്ലേ? അല്ല, അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് സൗഹൃദമൊന്നുമില്ല. പ്രത്യേകിച്ച് സിനിമയിലുള്ള ആൾക്കാർ വളരെ ചുരുക്കം. ജോലിയല്ലേ, അപ്പൊ പിന്നെ മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിലനിൽക്കത്തില്ല അല്ലേ? അങ്ങനെയൊന്നുമില്ല. സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ചില സിനിമകൾ, പേട്ടന്റെ സിനിമയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിശാഖ് ഒരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടാകുന്ന സിനിമകളുണ്ട്. ചോരയുടെ ഗന്ധമല്ലേ? അത് മാത്രമല്ല, അല്ല, അത് വിശാഖാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സൗഹൃദത്തിന്റെ പുറത്തുള്ള സിനിമയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പൈസ വയ്ക്കാൻ പറ്റത്തില്ല. വലിയ പറയാൻ പറ്റില്ല. നമ്മളൊന്നും പറഞ്ഞു ചേട്ടനെ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോ ആ സൗഹൃദത്തിന്റെ പുറത്ത് നമ്മള് പക്ഷെ കൃത്യമായിട്ട് നമുക്ക് വിശാഖായിക്കോട്ടെ നമുക്ക് കൃത്യമായിട്ട് ശമ്പളം തന്നു. പക്ഷെ നമുക്കങ്ങോട്ട് ഒരു ഡിമാൻഡ് ഉന്നയിക്കാൻ പറ്റില്ല. ഒന്നും പറ്റില്ല. അതല്ല, നമുക്ക് നമ്മളെ റേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? പറ്റില്ല മാത്രമല്ല, അപ്പൊ സൗഹൃദങ്ങൾക്കിടയിൽ സിനിമ ഉണ്ടാവുന്ന സമയത്ത് ചൂഷണം ചിലപ്പോ ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ചൂഷണം ചെയ്തിട്ടുണ്ട് ചില സമയം. വിശാഖനൊക്കെ വേണമെങ്കിലേ ഒരു സൂചന കൊടുക്കാം നമുക്ക് ചില പ്രയോഗത്തിലൂടെ. അതായത് സൗഹൃദം ഉണ്ടെങ്കിലും നമ്മൾ പ്രതിഫലമൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു തലത്തിൽ നിന്ന് അല്ലേ? അത് ഞാൻ അജുവിനെ ചില പടങ്ങളിലൊക്കെ ഞാൻ 1-2 പടങ്ങളിലൊക്കെ വിളിച്ചിട്ട് എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ സിനിമകളിൽ വിളിച്ചിട്ടൊക്കെ ഞാൻ അജുവിനൊക്കെ ചെറിയ പൈസ കൊടുത്തിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത പണി സിനിമയിലൊന്നും ഇല്ലല്ലേ? ചില ഘട്ടങ്ങളിൽ നമ്മൾ ചൂഷണം ചെയ്യേണ്ടി വരും. പക്ഷെ അത് അങ്ങനെയുള്ള ചൂഷണങ്ങൾ നമുക്കും കിട്ടും തിരിച്ചും. അല്ല, അത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അത് സംശയമൊന്നുമില്ല. ധ്യാന ജീവിതത്തിലേ ഈ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ധ്യാനം അടിക്കുമല്ലോ. അത് ചിലപ്പം ശ്രീനേട്ടന്റെ ജീവിതത്തിൽ നിന്നുള്ളതായിരിക്കും, ചിലപ്പോൾ വിനീതിന് കിട്ടുന്ന ഭാര്യയായിരിക്കും, ചിലപ്പം ഈ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഈ നമ്മൾ ഈ കലാശപോരം എന്ന് പറഞ്ഞല്ലേ, അതിന്റെ പേരിൽ എന്തെങ്കിലും സിനിമയിൽ ഇഷ്യൂ ഉണ്ടാവാറുണ്ടോ? ഡയലോഗ് അടിച്ചു. അപ്പൊ ഇപ്പൊ ഉള്ളൊരു പ്രശ്നം, ഒരു മുൻധാരണ ലൈസൻസ് ധ്യാനിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ഇതൊക്കെ പറയും എന്നുള്ള ചെറിയ ലൈസൻസ് ആയി കഴിഞ്ഞു. ഇപ്പൊ കണ്ണൂർ ലീക്ക് നായനൊക്കെ പറയില്ലായിരുന്നു. അതുപോലെ ചില ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൈസൻസിന് കുറച്ച് രക്ഷപ്പെടും. എന്നാൽ ഇത് പുലിവാലായിട്ടുണ്ടോ? അത് പുലിവാലാണ്. കാരണം ഇനി മുന്നോട്ട് എന്ത് പറയണം എന്നത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് അവസരങ്ങളെ ബാധിക്കുമെന്നുള്ളത്, ബാക്കിയെല്ലാം കളയാം. അവസരങ്ങൾ വേറെ എന്തെങ്കിലും പണിക്കുമല്ലോ, അതൊരു വിഷയം. ഞാനിപ്പോ ആലോചിക്കുന്നത്, കാര്യം ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അഥവാ ഇപ്പൊ ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞങ്ങ് അഭിനയിക്കുകയാണല്ലോ. ഏത് സിനിമ വന്നാലും ക്യാരക്ടർ ചോദിക്കുന്നില്ല. ചോദിക്കുന്നുണ്ടോ? ഇല്ല, കാശ് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. കാശ് അതാദ്യം ചോദിക്കും. അതാദ്യം വാങ്ങിച്ചു വയ്ക്കും. ആദ്യം ചോദിക്കും. അതിൽ ഓക്കെ ആണെങ്കിൽ പിന്നെ കഥ കേൾക്കുവോ? അല്ല, അത് അവര് പറയും കഥ ഒന്ന് കേൾക്കണേ. അപ്പൊ അവരുടെ റിക്വസ്റ്റ് പരിഗണിച്ച് ഈ കാശിന്റെ കാര്യം ഒക്കെ നമ്മൾ കഥ കേൾക്കും. ക്യാഷിന് മാത്രമല്ല, ക്യാഷൊക്കെ ഇപ്പൊ ആവശ്യത്തിലധികം ഉണ്ട്.
ഗ രേഖ